നമ്മളാണ് നല്ല ബലം പ്രയോഗിച്ച് വലിച്ചാലും നമ്മുടെ കട്ടില ഇങ്ങനെ തന്നെ കിടക്കും. ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബെഡിൽ എങ്ങനെയാണ് ബെഡ്ഷീറ്റ് നല്ല അടിപൊളിയായിട്ട് വിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ചിലപ്പോൾ അതേപോലെ ചുറ്റി കൂട്ടിയിട്ടിഞ്ഞ് പോരും. അതേപോലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ചാടിക്കളിച്ചിട്ട് എപ്പോഴും ബെഡ് ചുരുണ്ട് കൂടി കിടക്കും. ആരെങ്കിലും വരുമ്പോഴായിരിക്കും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പം നമ്മൾ പറയും നല്ല വൃത്തിയായിട്ട് ഇട്ടേക്കുമ്പം ആരും വരികയില്ല, വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കയറി വരികയും ചെയ്യും. അപ്പം നമുക്ക് ആകെ ടെൻഷനായിരിക്കും. അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ബെഡ്ഷീറ്റ് എപ്പോഴും നല്ല ബെഡിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. ഇത് 6x6 വിരിക്കാനുള്ള ബെഡ്ഷീറ്റാണിത്. വലിയ ബെഡ്ഷീറ്റാണ്. നമ്മൾ ആദ്യം എന്താണെന്ന് അറിയാമോ, ഇതിൻ്റെ 4 കോണിലും ഓരോ നോട്ട് ഇടണം, ഓരോ കെട്ടിടണം. ബെഡ്ഷീറ്റിൻ്റെ 4 മൂലയ്ക്കും ഓരോ കെട്ടിട്ട് കൊടുക്കണം. നിങ്ങൾ വിചാരിക്കും ആർക്കാണ് ബെഡ്ഷീറ്റ് വിരിക്കാൻ അറിയാത്തതെന്ന്. എല്ലാവർക്കും ബെഡ്ഷീറ്റ് വിരിക്കാൻ അറിയാം. പക്ഷെ നമ്മൾ ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാം ഇഞ്ഞ് നമ്മുടെ കൂടെ ഇഞ്ഞ് ബെഡ്ഷീറ്റും ഇഞ്ഞ് പോരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഓരോ കെട്ടും എന്താണെന്നറിയാമോ, ഇതിനകത്തോട്ടങ്ങ് നമ്മുടെ ബെഡിനകത്തോട്ടങ്ങ് മടക്കി വയ്ക്കണം. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ ബെഡിനകത്തോട്ടങ്ങ് ആക്കണം. നമ്മളാണ് നല്ല ബലം പ്രയോഗിച്ച് വലിച്ചാലും നമ്മുടെ കട്ടില ഇങ്ങനെ തന്നെ കിടക്കും. കണ്ടില്ലേ, ഇത്രയും നല്ല ഇതായിട്ട് വലിച്ചിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഈ കട്ടിലെ തന്നെ 6x6 കട്ടിൽ വലിയ ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് എങ്ങനെയാണ് വിരിക്കുന്നത് നോക്കാം. ഇത് വലിയൊരു ബെഡ്ഷീറ്റാണിത്. ഇത് കെട്ടുന്ന രീതിയല്ല ഇത്. ഇത് വലിയ ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ്. അത് ഇത്രയും അധികം കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് മടക്കി വെക്കുന്നതെന്ന് നോക്കാം. മറ്റേത് അത്രയും ഇങ്ങനെ കവിഞ്ഞ് കിടക്കുകയില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തത്. ഇതിപ്പം കെട്ടിടാൻ ഇത്രയും കിടക്കുമ്പോൾ നമുക്ക് കെട്ടിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. അകത്തോട്ടങ്ങ് മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ അകത്തോട്ട് മടക്കണം. എന്നിട്ട് ഈ കോൺ പിടിച്ചിട്ട് അതിനെ അകത്തോട്ട് മടക്കി വെക്കണം. നാല് വശം അങ്ങനെ ചെയ്യും. വലിച്ചു പിടിച്ച് 4 വശം അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇടുന്ന ചാടിയാലും കട്ടിന് ഒരു പ്രശ്നവും ബെഡ്ഷീറ്റിന് ഒരു പ്രശ്നവും ഉണ്ടാകും. അതുപോലെ തന്നെ കടന്നു. വേണ്ട വലിച്ചാലൊന്നും അത് വരത്തില്ല. ഇങ്ങനെ തന്നെ കിടന്നോണം, വൃത്തിയായിട്ട് കിടന്നോണം. അതുപോലെ നമുക്കിനി 6x4 കട്ടിലിനകത്ത് ചെയ്ത് നോക്കാം. ഇത് 6x6 കട്ടിലാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇത് 6x4 ആണ്. നേരത്തെ നമ്മൾ കാണിച്ച 6x6 കട്ടിലായിരുന്നു. ഇത് 6x4 കട്ടിലാണ്. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഇടുമ്പോൾ കെട്ടിൻ്റെ വലിപ്പം നമ്മൾ സ്വല്പം കൂടെ കൂട്ടിയാൽ നമ്മുടെ 6x4 നമുക്ക് ആ ബെഡ്ഷീറ്റ് ഇടാനായിട്ട് സാധിക്കും. അതേപോലെ ഇട്ടിരിക്കുന്നതാണ് ഇത്. ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ കെട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് 6x4 ബെഡ്ഷീറ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ കെട്ട് കുറച്ചും കൂടെ വലുപ്പാക്കണം. ഇങ്ങനെ പിടിച്ച് വേണം കെട്ടിടാൻ. ഇങ്ങനെ പിടിച്ച് കെട്ടിടണം. വലിയ കെട്ടിടണം. ഇത് ചെറിയ കെട്ടാണ്. അതുകൊണ്ട് ഇപ്പം നല്ല കറക്റ്റായിട്ട് ഇരിക്കും. അപ്പം ബെഡ്ഷീറ്റ് വിരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കണം. നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ്, നല്ല സന്തോഷമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കട്ടിലൊക്കെ കിടക്കുന്നത് കണ്ടാൽ, വിരിച്ചിട്ടേക്കുന്നത് കണ്ടാലും നമുക്കൊന്ന് കിടക്കാൻ തോന്നണം. ആ രീതിയിൽ വേണം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാൻ. അതേപോലെ ഈ രീതിയിൽ നിങ്ങളൊന്ന് വിരിച്ചിട്ട് നോക്കണം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിടുക. നന്ദി, നമസ്കാരം.